നമ്മളോട് പറയാനുള്ളത് നമ്മൾ കലോത്സവ നഗരിയിലേക്ക് മാതൃഭൂമി ന്യൂസിന്റെ കലാരവത്തിലേക്ക് സ്വാഗതം ചെയ്തു. മഹിപാൽ ഉണ്ട് നമ്മളോടൊപ്പം. മഹിപാല് എന്തായിരുന്നു ഐറ്റം? 6 ഐറ്റം ഈ ഐറ്റം എവിടെ അറിയോ? കാസർഗോഡ് ചെക്കന്മാരെ കണ്ടിക്കൊന്ന് ചോദിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ചോദിക്കും. കോഴിക്കോട് വിട്ട് ഇപ്പൊ കാസർഗോഡ്. ഓക്കെ ശരി. കാസർഗോഡ് എവിടെ മോനെ വീട്? കാസർഗോഡ് കാഞ്ഞങ്ങാട്. 6 ഐറ്റം ഏതൊക്കെയാന്ന് പറഞ്ഞേ? ലളിതഗാനം, അഷ്ടപതി, ഗാനാലാപനം, പിന്നെ കഥകളി സംഗീതം, ദേശഭക്തി ഗാനം, സംഘഗാനം, ഉറുദു. ഇതിലിപ്പോ ഏതൊക്കെ കഴിഞ്ഞു? ഇതിൽ അഷ്ടപതിയും ലളിതഗാനം കഴിഞ്ഞു. 2 ഗ്രേഡാ. സംഘഗാനം വേണമെങ്കിൽ ഒറ്റയ്ക്ക് പാടും. സ്കൂൾ ഏതാ? സ്കൂള് ദുർഗ HS കാഞ്ഞങ്ങാട്. നിന്നിലൂടെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. റവന്യൂലൊക്കെ മത്സരിച്ച് സ്കൂൾ കലോത്സവത്തിൽ 6 ഐറ്റങ്ങളെ പ്രദാനം ചെയ്യാന്ന് പറഞ്ഞാൽ മോൻ പൊള്ളിയാണ്. അച്ഛനോ അമ്മയോ കലാകാരന്മാരാണോ? അമ്മ ചെറുതായി ആക്ടറാണ്. സൗമ്യ. സിനിമയാണോ? അല്ല, തിയേറ്റർ ആർട്ടിസ്റ്റ്. പകർന്ന് കിട്ടിയതാണ്. പക്ഷെ മകൻ മ്യൂസിക് ആണ് അല്ലേ? അപ്പൊ നമുക്ക് അഷ്ടപതി കേൾക്കാം. ഭ്രമതി ഭവാന ബലായ വനേഷു കിമത്ര വിചിത്രം പ്രഥയതി പൂത നികൈവ വധൂവധ നിർദ്ദയ ബാലചരിത്രം ശ്രീജയ എല്ലാരും ഫ്ലാറ്റ് ഫാൻ ആയിട്ടുണ്ട് കേട്ടോ. അമ്മേന്റെ പേര് ഭയങ്കര സന്തോഷമുള്ള ശബ്ദമാണത്. അച്ഛന്റെ പേര് ദിവാകരൻ. അമ്മേന്റെയോ? അമ്മേന്റെ പേര് സൗമ്യ. സൗമ്യ. അതെ. അപ്പൊ എനിക്ക് 2 പാട്ടും കൂടെ പാടിത്തരാന്ന് ഞങ്ങൾ ബ്രേക്കിനെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏത് പാട്ടുകളാ? ഏത് പാട്ടും പാടാം അല്ലെ? ഏത് ജനറേഷനാ? പാടിക്കോ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ. കുറച്ച് കഴിഞ്ഞിട്ടു അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ടു. നല്ല എനിക്ക് ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ. 6 ഐറ്റത്തിനും അടിപൊളിയായിട്ട് ഏറ്റവും മിടുക്കനായിട്ട് വരട്ടെ കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. മഹിപാൽ പണ്ട് ഞങ്ങളുടെ കൂടെ കലോത്സവം പറയണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാവട്ടെ. 6 ഐറ്റത്തിൽ കൂടുതൽ കൂടാൻ പറ്റുമോ? പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല 5 ഐറ്റം ശരിക്കും പങ്കെടുക്കാൻ പറ്റും. ജനറൽ ആകുമ്പോൾ സംസ്കൃതം ഭാഗം എന്ന് പറയുമ്പോൾ ജനറൽ ആവും. അപ്പൊ ജനറൽ എത്ര തവണ പങ്കെടുക്കാം? അങ്ങനെ ഇനിയും പങ്കെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇനിയും പങ്കെടുത്ത ഞങ്ങൾ അല്ലേ? കൂടി പങ്കെടുക്കാനുള്ള ഈ സംസ്കൃത ഇത് പറയുമ്പോ ഞാൻ ഗാനാലാപനവും അഷ്ടപതിയും സംസ്കൃതത്തിലാണ്. ഇനി 2 ഐറ്റം സാധാരണ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഇനിയും പറ്റുന്നില്ല. ഓനോട് വയ്യന്നേ. വീട്ടിൽ നീ ഒറ്റയ്ക്കാണോ? നിന്റെ ഒപ്പം സിബ്ലിങ്സ് ഉണ്ടോ? ഏട്ടൻ പാട്ട് പാടില്ല. ഓക്കെ, നിന്നെ കണ്ട ബാക്കി എല്ലാരും വളരട്ടെ അല്ലേ? ആ സ്കൂളിന്റെ പേര് ദുർഗ HS. അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. ഈ അച്ഛനും അമ്മയെ നമ്മൾ കാണണ്ടേ? സൗമ്യ. അതെ, സൗമ്യ ചേച്ചി. സാറിന്റെ പേരെന്തായിരുന്നു? ദിവാകരൻ. ഈ 6 ഐറ്റമൊക്കെ എങ്ങനെ നിങ്ങളുടെ എഫേർട്ട് ഇല്ലാണ്ട് ഇത് പോകില്ലല്ലോ. ഇതെങ്ങനെയാ പിന്നെ എല്ലാത്തിനും റെഡിയാക്കി ഇവിടം വരെ എത്തിക്കുന്നത്? മാക്സിമം പ്രോത്സാഹനം കൊടുക്കും. പിന്നെ ഇന്ന് ഫസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് വിടാറില്ല. എൻജോയ് ചെയ്തിട്ട് വരുമെന്ന് പറയും. പക്ഷേ പങ്കെടുത്തിട്ട് വീട്ടിലെത്തിയപ്പോൾ എണ്ണി നോക്കുമ്പോൾ 6 ഐറ്റം. അമ്മ 2 കൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറ്റുമെങ്കിൽ പങ്കെടുത്തോ? പറ്റും എന്ന് പറഞ്ഞു. പിന്നെ ശല്യം വേണ്ട, മതി, അത്രയും മതിയെന്ന് പറഞ്ഞു.
ശരി, അപ്പൊ മോൻ ഒരുപാട് ഉയരത്തിലെത്തട്ടെ, അത് കണ്ട് സന്തോഷിക്കാൻ പറ്റട്ടെ. എല്ലാ താങ്ക് യു ആശംസകളും. താങ്ക് Okay. യു